നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പലവിധത്തിലുള്ള മാനസികമായുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ അറിവുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും കൃത്യമായുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇതിന്റെ വെളിച്ചത്തിൽ സ്വല്പം ആശങ്കയും സമാധാനക്കേടുണ്ടാവും. പക്ഷേ വിജയ ശതമാനം കുറയും എന്നല്ലാതെ പരാജയ ഭീതികളൊന്നും സാധ്യതകൾ കാണുന്നതുമില്ല. വിട്ടുവീഴ്ച മനോഭാവത്താൽ പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യം തൃപ്തികരമാണെങ്കിലും സാംക്രമിക രോഗങ്ങളെ കൊണ്ടോ പകർച്ചവ്യാധികളെ കൊണ്ടോ അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും ഒരുപക്ഷെ അവധിയെടുത്തും കൊണ്ട് അല്ലെങ്കിൽ ഗൃഹത്തിലിരുന്നും കൊണ്ട് ഏറ്റെടുത്ത ജോലികളെല്ലാം ചെയ്തു തീർക്കുവാനും അവസരമുണ്ടായിത്തീരും. ഇതിന്റെ വെളിച്ചത്തിൽ 2-3 ആഴ്ചകൾ ഗൃഹത്തിൽ തന്നെ താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷത്തിൽ പ്രവേശനം ലഭിക്കത്തക്ക വിധത്തിൽ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഉന്നതരുമായിട്ട് കർമ്മബന്ധനങ്ങളും കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും ഈ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് അതൊരു സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കർമ്മ മേഖലകളായതുകൊണ്ട്, അതായത് മെയ് മാസം മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കർമ്മ പദ്ധതികളായതുകൊണ്ട് അതിന് തക്കവണ്ണമുള്ള പ്രാവീണ്യരെ ജോലിക്ക് നിയമിക്കുവാൻ സാധ്യതയുണ്ട്. പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ, അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളൊക്കെ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് പാർശ്വഫലങ്ങളുള്ള മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികളും അതിലുപരി യോഗ പ്രാണായാമമൊക്കെ തന്നെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനിട വരും. ഇതിനെല്ലാം ഉപരിയായിട്ട് സ്വല്പം ആധ്യാത്മികമായിട്ടുള്ള ചിന്തകൾ ശീലിക്കുവാനും അത് അനുവർത്തിക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി മാത്രമേ പ്രതികരിക്കാവൂ. സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കും. മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ പിതാവിനും പിതൃബന്ധികൾക്കും അരിഷ്ടതകളും അസുഖങ്ങൾക്കും സാധ്യതയുള്ളതുകൊണ്ട് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ കർമ്മമണ്ഡലങ്ങളിൽ സർവ്വവിധത്തിലുള്ള സ്വീകാര്യത വന്നു ചേരുകയും ഇനി മുതൽ അതിൽ നിന്നൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കത്തക്ക വിധത്തിൽ ക്രമീകരിക്കാൻ പോലും സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ 2 വർഷമായിട്ട് ധാരാളം പണം മുതൽ മുടക്കിയിരുന്നു. ഈ ഏപ്രിൽ മാസം മുതൽ അതിനുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ അനുകൂലമായി തീരുവാൻ ഇടയുണ്ട്. ജോലിസ്ഥലത്ത് പലവിധത്തിലുള്ള ദുരൂഹതകൾ വന്നു ചേരുകയും സ്ഥാപനം തന്നെ മറ്റൊരു സ്ഥാപനം ഏറ്റെടുക്കുക എന്ന അഭ്യൂഹങ്ങൾ കേൾക്കുന്നതിന്റെ വെളിച്ചത്തിൽ മറ്റ് ജോലികളൊക്കെ അപേക്ഷിക്കാൻ നൽകുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ നിലവിലുള്ളതിനേക്കാൾ ശമ്പളം സ്വല്പം കുറയുമെങ്കിൽ പോലും പേര് കേട്ട സ്ഥാപനത്തിലേക്ക് അപേക്ഷകൾ നൽകുന്നതും അങ്ങനെ സ്ഥലത്തേക്ക് മാറുന്നതും ഈ മാസത്തിൽ ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ എല്ലാം ഓർമ്മിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഒരുപക്ഷെ എഴുതി വെച്ചും കൊണ്ടെല്ലാം മനനം ചെയ്തുകൊണ്ട് അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷം നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏപ്രിൽ 14 മുതൽ തുടങ്ങി വയ്ക്കുവാനും ഒരുപക്ഷെ 2026 ചിങ്ങമാസത്തിൽ ഓണക്കാലത്തിനോടനുബന്ധമായി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കാൻ അവസരം വന്നു ചേരും. സമ്മാന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. സുതാര്യതയുള്ള സമീപനത്താൽ സർവകാര്യ വിജയം നേടുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാൻ അവസരം വന്നു ചേരും. വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. പലപ്പോഴും ഉദ്യോഗം ഉപേക്ഷിച്ച്, അതായത് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും
ദൈനംദിനം ചെലവിനങ്ങൾ വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ, നീക്കിയിരുപ്പൊന്നും ഇല്ലാത്തതിന്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്ക് പോരുവാനും ജന്മനാട്ടിലെ സ്ഥാപനത്തിലേക്ക് ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകുവാനും ഇടയുണ്ട്. നിരവധി ചുമതലകൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്നും പിന്മാറി വ്യാപാര മേഖലയിൽ, അതും അതിനേക്കാട്ടുപരി ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി പ്രവർത്തിക്കാൻ തീരുമാനിക്കും. ശുഭസൂചകങ്ങളായുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി സൽകീർത്തിക്കും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട്. ഉദ്ദേശശുദ്ധിയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലിക്ക് സർവ്വ ആദരങ്ങൾ വന്നു ചേരുവാനിട വരും. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വിരോധികളായിരുന്ന പലരും ഒരുപക്ഷെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനായിരിക്കാം, എന്നിരുന്നാൽ പോലും ലോക്യം കൂടുവാനിട വരും. എന്നാൽ ഒരു ദൂരപരിധി നിശ്ചയിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിട വരും. 2025 ഓഗസ്റ്റ് മാസം മുതൽ 9 മാസത്തിൻ്റെ ഉള്ളിൽ വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി പുതിയതായിട്ടുള്ള കൃഷി രീതികൾക്ക് ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ടുള്ള കൃഷി രീതികളായിരിക്കാം അതിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവിസ്മരണീയമായുള്ള നേട്ടമുണ്ടാകുമെങ്കിലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സ്വല്പം ആശങ്കയും ഒരുപക്ഷെ ആശ്ചര്യവും അനുഭവപ്പെടുവാനും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള തൊഴിൽ മേഖലകൾ വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ കഠിനാധ്വാനം ചെയ്തതിന്റെ ഒരു നേട്ടം എന്ന നിലയിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുക, അഥവാ സ്വന്തമായി നടത്തിവരുന്ന പ്രസ്ഥാനത്തിന് പുതിയതായിട്ടുള്ള കരാർ ജോലികൾ വന്നു ചേരുക, വ്യാപാര വിപണന വിതരണ മേഖലകളിലാണെങ്കിലും പുതിയ ഏജൻസി വന്നു ചേരുന്നത് വഴി അത് ഏറ്റെടുത്ത് നടത്തുവാനുള്ള ഒരു അവസരം ഉണ്ടായിത്തീരും. ഒരുപക്ഷെ സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും നല്ല പേരുകേട്ട സ്ഥാപനത്തിന്റെ പ്രസ്ഥാനം അല്ലെങ്കിൽ പേരുകേട്ട ഉൽപ്പന്നങ്ങളായതുകൊണ്ട് അതിനുവേണ്ടി പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ മെയ് മാസം മുതൽ തന്നെ വിദഗ്ധമായിട്ടുള്ള ജോലിക്കാരെ നിയമിക്കുവാനും സാധ്യത കാണുന്നു. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ അവസരം വന്നു ചേരും. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും തൃപ്തികരമായിട്ടുള്ള ജോലി ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിലും നിലവിൽ പാഠ്യപദ്ധതി പൂർത്തീകരിക്കുന്ന ആ ഒരു വിദ്യാലയത്തിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിൽ ജീവിത ചെലവ് വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ചിലർക്കെല്ലാം ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകുവാൻ തീരുമാനിക്കും. മറ്റു ചിലർക്ക് മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും ഇടയുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടി പുതിയ ജോലികൾ ഏറ്റെടുക്കുവാനും അതിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാനും അവസരം വന്നു ചേരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധ്യത കാണുന്നു. ജോലിയോടൊപ്പം ഉപരിപഠനത്തിൽ ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും സന്തുഷ്ടിയും വന്നു ചേരുവാനിടയുണ്ട്. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കും. പല വിധത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങളും തൊഴിൽ മേഖലകളിൽ ഉണ്ടാകുമെങ്കിലും വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് അതിന് നിലയ്ക്ക് മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന നിർദ്ദേശങ്ങൾ എല്ലാവർക്കും നൽകുവാനിട വരും. ഒരുപക്ഷെ സമയബന്ധിതമായിട്ട് മാത്രമേ ഉയർച്ചകൾ ഉണ്ടാവുകയുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും അവലംബിക്കുവാനും ഏറ്റെടുക്കുവാനും പ്രവർത്തന തലത്തിൽ എത്തിക്കുവാനും സാധിക്കുവാനും സാധ്യതയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലയിൽ പ്രത്യേകിച്ചും കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട്
ആധുനിക പ്രചരണ രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും മഹത് വ്യക്തികളെ പരിചയപ്പെടുവാനും അവരുടെ ആശയങ്ങൾ പകർത്തിക്കൊണ്ട് ജീവിതത്തില് പുതിയതായിട്ടുള്ള കർമ്മ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും സാധ്യതയുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ആരോഗ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാനായിട്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. ഭരണപരിഷ്കാരം ചില ജോലിക്കാർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അവർക്കെല്ലാം തന്നെ പരിശീലനം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള ഉപരിപഠനത്തിന് അവസരം വന്നു ചേരും. ഒരുപക്ഷെ സ്വല്പം കൂടുതൽ പണച്ചെലവ് അല്ലെങ്കിൽ ഫീസ് കുറച്ച് കൂടുതലായിരിക്കുമെങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് തൊഴിൽ സാധ്യതകൾക്ക് അവസരങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ഇനി മുതൽ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുക എന്ന സങ്കല്പത്തോടു കൂടി തന്നെ തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലർക്കും തണുപ്പ് രാജ്യത്ത് നിന്ന് മാറി സമശീതോഷ്ണ രാജ്യങ്ങളിലേക്ക് മാറി താമസിക്കുവാൻ തീരുമാനിക്കും. നിലവിലുള്ള ഗ്രഹത്തിൽ പുരോഗതി കുറവുള്ളത് കൊണ്ട് വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം ഈ ഗ്രഹത്തിൽ താമസിച്ചാൽ പുരോഗതി കുറയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിലേക്ക് വിൽപ്പന ചെയ്തുകൊണ്ട് മറ്റ് വീട് വാങ്ങിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ സാധ്യതയുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ 2 or 3 ചർച്ചകളൊക്കെ ഇതിന് മുമ്പ് കഴിഞ്ഞു. പക്ഷെ അതൊന്നും അത്ര വിശ്വാസയോഗ്യമായില്ല. ഈ ഒരു മാസത്തിൽ നടക്കുന്ന ആശയവിനിമയങ്ങളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അനുമോദനങ്ങൾ വന്നു ചേരും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും യോഗം കാണുന്നുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് നിലവിലുള്ള വാഹനത്തിന് പുറമെ വലിയ വാഹനം വാങ്ങുവാൻ തീരുമാനിക്കും. അനന്ത സാധ്യതകളുള്ള കർമ്മമണ്ഡലങ്ങളെ പറ്റി ചിന്തിക്കുവാനും അതിനോട് ബന്ധപ്പെട്ടതായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനും അവസരമുണ്ടാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ ഏറ്റെടുത്ത കർമ്മ പദ്ധതികളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭരണപരിഷ്കാരം ആവിഷ്കരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ മേലധികാരികൾക്ക് അതൃപ്തി ഉണ്ടാകുമെങ്കിലും ഉടമസ്ഥർക്ക് അത് തൃപ്തികരമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള അനുമതികളും വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏലക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കുവാൻ സാധ്യത കാണുന്നു. ഉദ്ദേശിച്ച കാര്യങ്ങൾ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തി നേടുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അവിചാരിതമായിട്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും അവസരമുണ്ടാകും. പലപ്പോഴും ചില സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും എല്ലാം കുറച്ച് കൂടുതൽ പ്രയത്നിച്ചുകൊണ്ടെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേർക്കുവാനും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.